ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യും. ഞാൻ പറയുന്ന വിഷയം പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഷുഗർ രോഗത്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഈ വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. പരമാവധി ഞാൻ അങ്ങനെ തന്നെയാണ് പറയാൻ ശ്രമിക്കുക. കേട്ടതും കണ്ടതും കാര്യം ഞാൻ പറയില്ല, അനുഭവത്തിലൂടെ ഉള്ള കാര്യം പറയും. അപ്പം അത് സത്യസന്ധമായി പറയാൻ കഴിയും. എൻ്റെ ഒരു കുടുംബക്കാരൻ എന്ന് വെച്ചാൽ എൻ്റെ ഇളച്ചൻ ഖത്തറിലായിരുന്നു ജോലി. നല്ല ഹെവി, നല്ല വർക്ക് ചെയ്യുന്ന ഊർജ്ജസ്വലുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഫോൺ വന്നു, ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നത്. ഖത്തറിലാണ് ആൾ, ഞങ്ങളൊക്കെ നാട്ടിലാണ്. അങ്ങനെ ഖത്തറിൽ ഫോൺ വന്നു എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം കുഴഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വരുന്നത്. സ്ട്രോക്ക് പറ്റി കുഴഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹമാകട്ടെ എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? വണ്ടി ഓട്ടുന്ന ആളാണ്. വണ്ടി ഓട്ടിക്കൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് ഇദ്ദേഹം എത്തിയത്. അപ്പോൾ ഇങ്ങനെ ശരീരം മാറിക്കൊണ്ട് നിൽക്കുകയാണ്, ഇദ്ദേഹത്തിന് പ്രയാസം വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു എന്തൊക്കെ അസ്വസ്ഥത തോന്നിയപ്പോൾ ഇവൻ തന്നെ എന്ത് ചെയ്തു? ഹോസ്പിറ്റലിലേക്ക് പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ എന്ത് ചെയ്യും? ഒരു ഭാഗം തളർന്നുപോയി, ഒരു സൈഡ് തളർന്നുപോയി. പിന്നെ ഞാൻ ഇവനെ കാണുന്നത് ഫോണിൽ സംസാരിക്കുമ്പോൾ താടിയൊക്കെ വളർന്ന്, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചൊരു മാറ്റം കിട്ടാതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല. ഞങ്ങൾ ആരും അവിടെ അല്ല, അവിടുത്തെ കുറച്ച് ആൾക്കാർ അവനെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങൾ സംസാരിച്ചു നോക്കി ഫോണിൽ. എന്താ ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ തളർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ആശ്വാസമാണ് നമ്മൾ അവർക്ക് കൊടുക്കുക? നമ്മൾ കൊടുക്കുക? നിങ്ങളെ വീട്ടിൽ, നിങ്ങളെ കുടുംബത്തിൽ, നിങ്ങളെ ഈ പറഞ്ഞ ആരെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് സംഭവിക്കും? അതേപോലെ തന്നെ എൻ്റെ വല്യമ്മക്ക് ഇതേപോലെ സംഭവിച്ചു. അത് പ്രായമായിരുന്നു, ഒരുപാട് പ്രായമായിരുന്നു. 70-80 വയസ്സോളത്തെ എൻ്റെ വല്യമ്മ ജീവിച്ച ആ പ്രായത്തിലാണ് സംഭവിച്ചിട്ടോ. എങ്ങനെ? കാൽമ ചെരുപ്പുണ്ടെങ്കിൽ ഒരു കാൽമല്ല ചെരുപ്പ് അറിയും, ഒരു കാൽമ ചെരുപ്പ് ഉണ്ടോ ഇല്ലെന്നില്ല അറിയില്ല. അതായിരുന്നു തുടക്കം. പിന്നെ സുപ്രഭാതത്തിൽ തളർന്നു, പിന്നെ മരണം വരെ ആ കടത്താണ് കടന്നിട്ടുള്ളത്. ഒരു സൈഡ് ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ കോടി, ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ചുണ്ടൊക്കെ കോടി. ഇത് രണ്ടാമത്തെ അനുഭവമാണ്. എൻ്റെ ഇളച്ചനാണ്. ഇതെന്തിനാ? അവനും എൻ്റെ വീഡിയോ കേൾക്കും. പക്ഷെ അവനെ കേൾക്കുമ്പോൾ ഇന്ന് അവന് സന്തോഷം ഉണ്ടാവും. അതിന്റെ കാരണം പറഞ്ഞുതരാം. അങ്ങനെ ഇവനെ ഞാൻ കാണുന്നത് താടി വെച്ച് നിരാശനായ, സ്വാഭാവികമായിട്ട് നമ്മൾ ഗൾഫിലേക്ക് പോയി അധ്വാനിച്ച് മക്കളെ കാണണം, മക്കളുടെ അടുത്തേക്ക് വരണം എന്നില്ല ആൾക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം പോയി എന്നുള്ള അവസ്ഥ വന്നില്ലേ? ഉറപ്പല്ലേ വരും. വളരെ സാഡിക്ക് വെച്ച് പിന്നെ ഇപ്പൊ വന്നിറങ്ങുമ്പോൾ ഞാൻ ഫോൺ ചെയ്തു, സന്നിയായിട്ട് സംസാരിച്ചു. ഞാൻ ഇന്നേറ്റ് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അവൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ. അങ്ങനെ ഞാൻ സംസാരിച്ചിട്ട് ഞാൻ അവനക്ക് ധൈര്യം കൊടുത്തു. എന്തിനാ ബേജാറാക്കണി? ഇങ്ങോട്ട് അവിടെ ചികിത്സ ഉണ്ട്, എന്തിനാ ബേജാറാക്കണ? ഒരു പേടിക്കണ്ടെന്നല്ല അവൻ വിളിച്ചു. ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർക്ക് പോകാമെന്ന് ബേജാറാകണ്ട. അങ്ങനെ അവൻ വന്ന സന്ദർഭത്തിൽ കയ്യിൽ അവിടുന്ന് തന്നെ ഒരു സ്റ്റീലിന്റെ 4 ഇങ്ങനെ കാലിൻ്റെ ഇങ്ങനെ പിടിച്ചാണ് കുത്തി നടക്കുമല്ലോ, ആ സാധനം ഇട്ടുകാണ്ടാണോ വരുന്നത്. എന്നാൽ ഒരു ഭാഗം ഇങ്ങനെ കുഴഞ്ഞിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ തന്നെ നടക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എന്ത് ചെയ്തു? വന്ന് ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റുമോ നോക്കി. അപ്പോൾ ഒക്കെ ഇതിനൊരു മറുപടി എന്താ കിട്ടുക നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ബഷീർ, പെയിൻ ആൻഡ് പാലിയേറ്റീവത്തെ മെയിൻ ആളായിട്ടാണ് അവന് ഞാൻ കണ്ടിട്ടുള്ളത്. വളരെ സജീവമായ പ്രവർത്തകനാണ്, നല്ല മനുഷ്യനാണ്, നല്ല പ്രവർത്തകനാണ്. ഇന്നും അവൻ പാലിയേറ്റീവിലുണ്ട് ഇന്നും. അങ്ങനെ ഞാൻ അവനോട് കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, കാളികാവിൽ ഒരു ഡോക്ടറുണ്ട്, അത് സമയം കുറച്ചായിട്ടോ. അപ്പോൾ ആ ഡോക്ടർ ഉണ്ടോ ഇല്ലെന്നില്ല എനിക്കറിയില്ല. ഈ വിഷയം വന്നപ്പോൾ ഞാൻ പറയണേ, എന്താ വിഷയം? ആ കാളികാവിലെ ഡോക്ടറെ അടുത്തൊന്ന് പോയി കണ്ട്
ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. അന്ന് ആ കാളിയാവിലുണ്ട്, കാരണം പല സ്ഥലത്തുമാണ് അദ്ദേഹത്തിന് ഡ്യൂട്ടി. അപ്പം എനിക്ക് സൗകര്യം കൊണ്ടുപോകാനും പിടിച്ചാനും കാളിയാവിലായതുകൊണ്ട് ഞാൻ കാളിയാവ് പോയി. ഇവനെയും കൂട്ടിയിട്ടാണ് പോയത്. ഞാനാണ് 1-2 സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. പിന്നെ അവരെ വക അവരും പോയിട്ടുണ്ട്. പക്ഷെ ഞാനായിട്ട് അന്വേഷിക്കും. കാരണം അവനാൻ്റെ കുടുംബമാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയണത് നിങ്ങൾ അന്വേഷിക്കുമല്ലോ. അന്വേഷിച്ചിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇന്നൊരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തിന് കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയുമല്ലോ. ആ രൂപത്തിൽ ഞാൻ ചെയ്തു. ഞാൻ തന്നെ കൊണ്ടുപോയി ആ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ അവനിങ്ങനെ നോക്കി. ഈ വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി കേട്ടോ. ഒരു മനുഷ്യന് കിട്ടുന്ന ധൈര്യം എങ്ങനെയെന്നില്ലാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇതിന്റെ പറഞ്ഞതിന്റെ ആകത്തുക. എന്താണ് ഒരു സെക്കൻഡിൽ മനുഷ്യന്റെ മനസ്സിന് സംഭവിക്കണമെന്നില്ല വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നത്. അവൻ നിൽക്കണ രംഗം എന്താണ്? വടി കുത്തി പിടിച്ചുകൊണ്ടാണ് ഡോക്ടർ മുന്നിൽ. ഒരു ഭാഗം തളർന്നിട്ടാണ്. അതിൽ ഞാൻ ഈ സൈഡിൽ ഇരിക്കുകയാണ്. ഡോക്ടർ വന്നുകാണ്ട് അവൻ്റെ അടുത്ത് നിന്ന് വടിന് വാങ്ങിയിട്ട് ഒരു ഒറ്റേറ. ഇവൻ ആകണ്ട് നെട്ടി. എന്നിട്ട് ചോദിച്ചു, ഈ ഒരു രോഗിയാണോ നീ ഒരു രോഗിയെ പോലെ നിൽക്കണത്? രോഗിയെ പോലെ വടി കുത്തി നടക്കുന്നത്? വയസ്സനാണോ വയസ്സനെ പോലെ നടക്കുന്നത്? വയസ്സനെ പോലെ നിൽക്കുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? അത് നിസാര പ്രശ്നമല്ലേ ഉള്ളൂ. ചെറുപ്പക്കാരനല്ലേ ഞാൻ ഇപ്പൊ ഈ ഗൗരവത്തിൽ പറഞ്ഞെന്താ അറിയോ? അദ്ദേഹത്തിന്റെ ഭാഷയാണ് എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഈ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ഒരു കറണ്ട്, ഒരു ഷോക്ക്, അത് പലർക്കും ഉണ്ടാക്കാൻ കഴിയൂല. അന്ന് വടി വലിച്ചെറിഞ്ഞിട്ട് ഇന്ന് ആ മനുഷ്യന് വണ്ടി ഓട്ടി ജീവിതത്തേക്ക് തിരിച്ചു വന്നു. വിശ്വസിക്കണം. അദ്ദേഹത്തിന് ലൈവായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ. എൻ്റെ കണ്ണോട് കണ്ട സംഭവമാണ്. അങ്ങനെ അവനപ്പം തന്നെ അവൻ്റെ പകുതി രോഗം മാറി. എന്നിട്ട് അവന് വടിയില്ലാതെ നടന്നു. എങ്ങനെ? പ്രയാസപ്പെട്ടിട്ടാണ് നടക്കുന്നത്. എങ്കിലും വടി ഉപയോഗിച്ച് ഖത്തറിൽ നിന്ന് വന്ന ആള്, മാസക്കണക്കിന് വടി കുത്തിയ ആള്, 1 സെക്കൻഡ് കൊണ്ട് വടി എടുത്ത് വലിച്ചെന്നിട്ട് നടക്കാൻ പറഞ്ഞു. നടന്നു. ഇതാണ് മിറാക്കൽ സംഭവിക്കൽ. നമ്മളെ ശരീരത്തിനോട് എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ രോഗിയല്ല എന്ന് തീരുമാനിച്ചാണ് ഹൃദയത്തിനും തലച്ചോറിനും നമ്മൾ മെസ്സേജ് കൊടുത്താൽ അത് അതിനനുസരിച്ച് ആക്റ്റീവ് ആവും. മരുന്നുകൊണ്ട് ആക്റ്റീവ് ആവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അന്ന് ഞാൻ കുറേ എക്സസൈസുകൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവനക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് എക്സസൈസ് ഞാൻ കണ്ടിട്ടുണ്ട്. അക്യുപഞ്ചറിൽ കുറേ എക്സസൈസ് ഉണ്ട്. പിന്നെ കരാട്ട പഠിപ്പിക്കുമ്പോൾ കുറേ എക്സസൈസ് ഉണ്ട്. യോഗയിൽ കുറേ എക്സസൈസ് ഉണ്ട്. ഇങ്ങനെ പല എക്സസൈസുകളും ജീവിതത്തിൽ ഒരു മനുഷ്യൻ നിർബന്ധമായും ചെയ്യണം. എന്താന്ന് വെച്ചാൽ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ വലിച്ച വയറിലും കിറ്റ് എന്ന് പറയാം. ഞാനൊരു ഓട്ടോറിക്ഷ മെക്കാനിക്കാണ്. അതിനൊരു വയറിങ്, ഹെഡ്ലൈറ്റ്, കോഡ് ലൈറ്റ്, ടെയിൽ ലാമ്പ്, ടെയിൽ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ്, ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വിച്ചുകൾ, എല്ലാവിധ സംവിധാനങ്ങൾക്കും ഒരു വയറിലും കിറ്റ്, ഒരു കിറ്റായിട്ട് ഇങ്ങനെ പോയിട്ട് അതിൽ പല കളറുള്ള വയറുകൾ ഇന്നതായി ഞങ്ങൾക്ക് മെക്കാനിക്കൾക്ക് മനസ്സിലാക്കാനുള്ള കളറുകളാണത്. കാരണം ഇന്ന കളർ ഇന്ന കളർ ടെയിൽ ലാമ്പിന് ഇത്, ഹെഡ്ലൈറ്റിന് ഇന്ന്, ബ്രേക്ക് ലൈറ്റിന് ഇത്, പിന്നെ സ്വിച്ചിന് ഇന്നത്, ഇഞ്ചിന് ഇഞ്ചത്, കാർബൺ, ഇങ്ങനെ പല എല്ലാ വണ്ടിക്കുണ്ട്. കാറ്, ബൈക്ക്, ലോറി, എന്തെല്ലാം കറണ്ട് കൊണ്ട് ഉപയോഗിക്കണോ ആ വണ്ടിക്കൊക്കെ വയറിലും കിറ്റ് ഉണ്ട്. അതേപോലെ ഒരു വയറിലും കിറ്റ് ഞമ്മക്കുണ്ട് ശരീരത്തിന്. ആ ശരീരത്തിന്റെ വയറിലും കിറ്റിന്റെ ഇത് കിടക്കുന്നത് തലയിലാണ്, തലച്ചോറിലാണ്, അവിടുന്നാണ് കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യുക. പിന്നെ ഹൃദയം, പിന്നെ കൈകാലുകൾ. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വെറുതെ ചലിക്കല്ല. ഇത് കണ്ടില്ലേ, നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ നമ്മൾ ഇത് ചലിക്കണം തോന്നുമ്പോൾ ഈ കൈ ഇങ്ങനെ ചലിക്കുക അല്ലേ, 5 വിരലും 10 വിരലും ചലിക്കുക, കണ്ണ് ചലിക്കുക, മൂക്ക് ചലിക്കുക. എങ്ങനെ? ഇതാണ് ദൈവത്തിന്റെ കഴിവ് മനുഷ്യന് കൊടുത്തത്. ഇതിൽ വലിച്ച മെഷീൻ ഫിറ്റ് ചെയ്തിക്കണോ? ഇല്ല.
ജനനം മുതൽ, ജനനത്തിന് മുന്നേ ഹൃദയം ഹാർട്ട് മിടിപ്പ് തുടങ്ങി. ഈ ഹാർട്ട് മിടിപ്പ് പമ്പ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്, രക്തത്തിനെ പമ്പ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. കിഡ്നി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്, വെള്ളത്തിന് ക്ലിയർ ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ അവയവം ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കയ്യിലല്ല, നിയന്ത്രണത്തിലല്ല, ഒരു മനുഷ്യന്റെ നിയന്ത്രണത്തിലേ അല്ല. അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനുള്ള വകുപ്പില്ല. ചുരുക്കം പറഞ്ഞാൽ ആ മനുഷ്യൻ നമ്മളെ വയറിലും കിറ്റിൽ എവിടെയെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട്, ഒരു കട്ടിങ്, ഒരു ബ്ലോക്ക് വന്നാൽ ആ ഭാഗത്തെ ഇത് വർക്ക് ചെയ്യൂല. അപ്പൊ നമ്മൾ ശ്രമിച്ചു നോക്കും, കഴിയൂല. അതുകൊണ്ടാണ് ആ ഭാഗം തളർന്നു പോകുന്നത്. ആ തളർന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ആ ഭാഗത്തേക്ക് രക്തം ചെല്ലൂല. രക്തം ചെല്ലുകയാണെങ്കിൽ രക്തം ചെല്ലുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ചലിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ചലിപ്പിക്കാൻ വിധത്തിൽ ഈ രക്തത്തിന്റെ കട്ടകള് മാറി അതിക്ക് പ്രസരിപ്പ് കൊടുത്ത് ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഈ രക്തം എത്തണം. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു എക്സസൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുക. അപ്പൊ എന്തു ചെയ്യും? ഹാർട്ട് മിടിപ്പ്, ഷുഗർ രോഗിക്ക് പ്രത്യേകിച്ചും ഹാർട്ട് മിടിപ്പ് കൂടിയാൽ ഇത് കുറയും, ഷുഗറിന്റെ അളവ് കുറയും, രക്തത്തിലെ പഞ്ചസാരന്റെ അളവ് കത്തിച്ച് കളയും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭക്ഷണത്തിന്റെ കൂടെ തന്നെ ഈ എക്സസൈസ് ആഡ് ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. ചെയ്താലുള്ള ഗുണം, നമ്മൾ ഓരോ ജോയിന്റുകളും, ഇതിലൊക്കെ കൊഴുപ്പ് ഉണ്ട്, ഓരോ ജോയിന്റുകളും ഓരോ പീസുകളും തലച്ചോറ്, എല്ലാ അവയവത്തിനും രക്തം പമ്പ് ചെയ്ത് എത്തിച്ചു കൊടുക്കണം. അതിന് നമ്മളെ ശരീരത്തിനെ ഒരു പൈസയും വാങ്ങാതെ, ഒരു പൈസയും കൊടുക്കാതെ, എക്സസൈസിന്റെ ഒരു സാധനം വാങ്ങാതെ, പൈസ കൊടുത്ത് എക്സസൈസിന്റെ ഒരു സാധനം, ഒരു മെറ്റീരിയൽസും വാങ്ങാതെ, അല്ലാഹു തആല ദൈവം സർവശക്തൻ നമുക്ക് തന്ന ഈ കൈകാലുകളും ഈ അറിവും തന്ന ഇതുകൊണ്ട് മാത്രം നമ്മളെ ബോഡി ഫിറ്റാക്കി നിർത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസവും ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, നിങ്ങൾ ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടെൻഷനുകളും തലയിൽ നിന്ന് പാറിപ്പോകുന്നതായിട്ട് ആസ്വദിക്കാൻ കഴിയും നിങ്ങൾക്ക്. അത് എങ്ങനെ എന്ന് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഞാൻ. കാരണം എൻ്റെ ഈ മൊബൈൽ ഇതിന് പറ്റൂല. അപ്പം ഞാനൊരു മൊബൈൽ ചെറുതൊന്ന് നോക്കിയിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാനത് സെറ്റ് ചെയ്യുകയും വീഡിയോ ചെയ്യുകയും നിങ്ങൾക്കത് സമർപ്പിക്കുകയും ചെയ്യും. നടക്കണ വാക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു പതുക്കെ മന്ദേ നടക്കുള്ളൂ. ശരിക്കും ഓടുകയാണെങ്കിൽ ഹാർട്ട് മിടിപ്പ് കൂടും. പക്ഷെ എല്ലിന് തേയ്മാനം കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്ക് ഓടാൻ പറ്റൂല. അതേപോലെ കുറഞ്ഞ രീതിയിൽ നടന്നുകൊണ്ടൊന്നും ഹാർട്ട് മിടിപ്പ് കൂടൂല. ഈ എക്സസൈസ് ചെയ്താൽ നിങ്ങളെ ഹാർട്ടിന്റെ മിടിപ്പ് കൂടും. അത് മാത്രമല്ല, രക്തത്തിന്റെ സഞ്ചാരങ്ങൾ കൂടും, എല്ലാം കൂടും. അത് മാത്രമല്ല, ഒരു എക്സ്റേ എൻ്റെ പെരഡിക്ക് സംഭവിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ പറഞ്ഞുതരാൻ, വീഡിയോ നീണ്ടുപോകും. അപ്പം ഞാനത് എക്സസൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എനിക്ക് ഏതായാലും ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് 5 വർഷമായിട്ട് ഈ എക്സസൈസ് ഒക്കെ മനസ്സിലാക്കുന്നതിൻ്റെ മുന്നേ 5 വർഷമായിട്ട് എൻ്റെ പെരഡിക്ക് വേദന ഉണ്ടായിരുന്നു. കയ്യിന് ഭയങ്കര കടച്ചിലുണ്ടായിരുന്നു, ഭയങ്കര തരിപ്പുണ്ടായിരുന്നു. ഈ തരിപ്പൊക്കെ എന്താ സംഭവിച്ചാൽ ആദ്യം ഇങ്ങനെ ചെറുങ്ങനെ തരിപ്പുണ്ടായിരുന്നത്, ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തുന്നത് പോലെ. പിന്നെ അത് കൂടി വന്ന് കടച്ചിലായി മാറി. രാത്രി കടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ കടക്കാൻ പറ്റൂല, പെരടി ഇങ്ങനെ തിരിക്കാൻ പറ്റൂല. മനസ്സിലായോ? തിരിക്കാൻ പറ്റൂല. ഞാൻ പെരിന്തൽമണ്ണ കൊറോണന്റെ സമയത്ത് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് പോയി ഈ ഒരു പ്രശ്നത്തിന്. പറഞ്ഞെന്താ വെച്ചാൽ, ഞരമ്പ്, ആസ്പത്രിന്റെ പേരും ഡോക്ടറെ പേരും ഞാൻ പറയുന്നില്ല, ഞരമ്പ് ഇവിടെ കുടുങ്ങിയിട്ടുണ്ടാവുന്നതാണ്. ഈ എല്ലിന്റെ ഉള്ളിൽ ഉണ്ടാകലുണ്ടോ കേട്ടോ. ഇനിയിപ്പോൾ അതിന് ഞാൻ കുറ്റം പറയുന്നില്ലേ, പാപ്പോ അതിന് ഇത് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് ഞാൻ പിന്നെ ബേജാറായി. 1500 രൂപേൻ്റെ മരുന്ന് അന്ന് എഴുതി തന്നു.
1 മാസം കുടിക്കാം. കാരണം കൊറോണ ആയതുകൊണ്ട് ചികിത്സിക്കാനും കാര്യമൊന്നും പറ്റില്ല. 1 മാസം കുടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ശരി. പക്ഷെ അന്ന് എനിക്ക് ഡോക്ടർ ഒരു എക്സസൈസ് കാണിച്ചു തന്നു. ഒറ്റൊന്ന് ഇത് നിങ്ങൾ ചെയ്തും നോക്കി തന്നെ. പിന്നെ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഒരേ ഒരു എക്സസൈസ് അദ്ദേഹം കാണിച്ചു തന്നു. ഓക്കെ, അത് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചു. പിന്നെ എൻ്റെ ഇളച്ചന് ഈ ഭാഗം തളർന്ന സമയത്ത് കുറച്ച് എക്സസൈസ് ഉണ്ട്, അതിൻ്റെ മനസ്സിൽ വെച്ചു. ഇതൊക്കെ മനസ്സിൽ വെച്ച് പിന്നെ എനിക്കാണ് ഈ വേദന വന്നപ്പോൾ ഞാൻ പേടിച്ചു, എന്ത് മിക്കവാറും എൻ്റെ ഇളച്ചന് പറ്റിയതുപോലെയാണോ എനിക്ക് പറ്റാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു. കുറച്ച് മുന്നേ, ഒരു 6 മാസം മുന്നേ, 6-8 മാസത്തോളമായി, 1 കൊല്ലത്തിൻ്റെ അടുത്തായി എനിക്ക് ഈ എക്സസൈസുകളെ കുറിച്ച് കണ്ട് ഞാൻ സെർച്ച് ചെയ്യുകയും മനസ്സിലാക്കുകയും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, എക്സസൈസ് ഒരുപാട് കാണാം, ജിമ്മത്തെ കാണാം, മറ്റേ കാണാം, മറിച്ചേ കാണാം, പള്ള കുറക്കണം കാണാം, ഡയറ്റ് ഒക്കെ കാണാം. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ചെറുപ്പക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ ബോഡി ഫിറ്റ് ചെയ്യാനുള്ള ആൾക്കാർക്കില്ലാണ്. നമുക്ക് എന്തുണ്ടെന്നില്ലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് അസുഖം വരുമ്പോൾ അസുഖത്തിന് എന്തുണ്ടാകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ പകർത്തി. ഇപ്പം എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, എല്ലാം മാറി, ബോഡി ഫിറ്റായി. മറ്റൊരു ലൂസായിരുന്നു, ഇതൊക്കെ ലൂസായിരുന്നു. ഇങ്ങനെ പിടിച്ചാൽ ലൂസാവും. ലൂസ് നിങ്ങൾ പിടിച്ചു നോക്കണ്ടേ, ലൂസ്. അതെന്താ ഇറച്ചി തിക്കായിട്ടാണ്. അതിനുള്ള പണി നമ്മളെ ശരീരത്തിനല്ലേ നമ്മൾ കൊടുക്കണം. നമ്മളെ ശരീരത്തിനോട് അനീതി കാട്ടിയിട്ടുണ്ട്, അക്രമം ചെയ്തിട്ടുണ്ട്. ഒരാളെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ സോറി പറയും, സോറി കേട്ടോ, ക്ഷമിക്കണം കേട്ടോ. ഇനി നമ്മളെ ശരീരത്തിനോട് സോറി പറയേണ്ട സമയമായിരിക്കണം. ഓരോരുത്തരും ഓരോ ശരീരത്തിനോടും നമ്മളോട് തന്നെ സോറി പറയേണ്ട സമയം അതിക്രമിച്ചിക്കണ്. എൻ്റെ വാക്കുകൾ പ്രത്യേകം കേൾക്കുക, എൻ്റെ വാക്കുകൾ നിങ്ങൾ പ്രത്യേകം കേൾക്കുക. നമ്മളോട് സോറി പറഞ്ഞുകൊണ്ട് ആണ് നമ്മൾ ഈ എക്സസൈസ് തുടങ്ങുന്നത്. ശരീരമേ, നിന്നോട് ഞാൻ ഒരുപാട് അതിക്രമം കാണിച്ചിട്ടുണ്ട്. വയറിൽ കൊള്ളിനെക്കാട്ടിലും കൂടുതൽ നിറച്ചുകൊണ്ട് നിനക്ക് ഒരുപാട് പണി തന്നുകൊണ്ട് ഞാൻ നിന്നെ ഇടങ്ങേറാക്കിയിട്ടുണ്ട്. ആ ശരീരത്തിനോട് സോറി പറ. ശരീരമേ, ഞാൻ ഈ ഇടങ്ങേറാക്കിയത് കൊണ്ട് ഞാൻ രോഗിയായി, നീ അതിന് ഉത്തരവാദിയല്ല. ഞാൻ ഹാർട്ട് പേഷ്യൻ്റായി, നീ അതിന് ഉത്തരവാദിയല്ല, ഞാനാണ് ഉത്തരവാദി എന്ന് നമ്മളെ ശരീരത്തിനോട്, ദൈവം നമുക്ക് തന്ന ഈ ശരീരം, നമ്മൾ അനാവശ്യമായി ശരീരം ഉപയോഗിച്ചതിന് ദൈവത്തിനോടും നമ്മൾ കുറ്റം സമ്മതിക്കണം, പറ്റിപ്പോയി എന്ന് പറയണം. അതേപോലെ തന്നെ നമ്മൾ ശരീരത്തിനോടും. ഒരു 16 റുപ്യേൻ്റെ വെള്ള കളറിലൊരു ഡ്രസ്സ് നിങ്ങൾ വാങ്ങിക്കൊണ്ടെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു തുള്ളി മഞ്ഞളിൻ്റെ കറി അതിൽ വീണ് കഴിഞ്ഞാൽ ആ നാശയില്ലേ? എന്ന പോലെ ഇത്രയും വിലപ്പെട്ട 50, 60, 70, 80, 90, 100, 110 വയസ്സ് വരെ ആയുസ് എങ്ങനെയാണോ നമുക്ക് കിട്ടിയത്, അതിനനുസരിച്ച് ജീവിക്കേണ്ട മനുഷ്യൻ സ്വയം ശരീരത്തിനെ നശിപ്പിച്ചതിന് ഉത്തരവാദി ആ മനുഷ്യനാണ്. ഇതല്ലേ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ആണോ അല്ലേ, നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തുക. ഞാൻ എൻ്റെ ശരീരത്തിന് ദ്രോഹം ചെയ്തിരിക്കണമെന്ന് വ്യക്തമായി സമ്മതിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിന് തിരുത്തി എൻ്റെ ശരീരത്തിനൊരാശ്വാസം കൊടുത്ത്, എൻ്റെ ഹൃദയത്തിനൊരാശ്വാസം കൊടുത്ത്, എൻ്റെ കിഡ്നിക്കൊരാശ്വാസം കൊടുത്ത്, എൻ്റെ തലച്ചോറിനൊരാശ്വാസം കൊടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. അത് വിവരം നിങ്ങളെ അറിയിക്കുന്നു. പരമാവധി ഇത് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക, ജീവിതത്തിൽ പകർത്തുക. എൻ്റെ അടുത്ത എക്സസൈസിൻ്റെ വീഡിയോക്കായി നിങ്ങൾ കാത്തിരിക്കുക. ഒരു 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ എക്സസൈസ് പൂർത്തിയാക്കിയിട്ട് അയച്ചു തരും. അതിനെക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾ എൻ്റെ മോട്ടിവേഷൻ പോലെയുള്ള ക്ലാസ് ശ്രദ്ധിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക ഞാൻ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, ഷെയർ ചെയ്യുക, കാണുക, മനസ്സിലാക്കുക, ജീവിതത്തിലേക്ക് എത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ആശ്വാസം, സമാധാനം കിട്ടുന്നു, തീർച്ച, ഒരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദീർഘിച്ച് പോകേണ്ട എന്നോട് ക്ഷമിക്കണം. ഇതൊരു രോഗം മാറാനും ഒരു ആശ്വാസത്തിനും വേണ്ടിയാണ്. ഞാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനൊക്കെ. അതൊക്കെ നിന്നുങ്ങാണ്ട് കുറച്ച് നേരം പറയുമ്പോൾ 2 മിനിറ്റ് ഏറിയാൽ അതിന് എന്താ ഇപ്പോൾ നിങ്ങൾ, അത് ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുകയാണല്ലോ.
എല്ലാവർക്കും ഇത് സെർച്ച് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.